ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു സീസൺ വിത്ത് ലവ്. ഞാൻ സുപ്രിയ അനീഷ്. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഉഴുന്നുവടയ്ക്ക് ശേഷം ഒരുപാട് പേര് എന്നോട് ഉള്ളിവടയുടെ റെസിപ്പി ചോദിച്ചിരുന്നു. അത് ഇത്രയും ലേറ്റ് ആവാനുള്ള കാര്യം വേറൊന്നുമല്ല കേട്ടോ. നമ്മുടെ പഴയ കാലത്തെ തട്ടുകടയിൽ കിട്ടുന്ന അതേ രുചിയിലും ഷേപ്പിലുമുള്ള ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷണത്തിലായിരുന്നു. ഇപ്പോഴാണ് തൃപ്തിയായിട്ടുള്ളൊരു റെസിപ്പി കിട്ടിയത്. അതിനായിട്ട് ഞാൻ നിങ്ങൾക്കറിയാത്ത പുതിയ ഒരു ചേരുവകയും തന്നെ ഇതിൽ ചേർത്തിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയപ്പോഴാണ് ആ നാടൻ രുചി കിട്ടിയത്. അപ്പോൾ ഈ നല്ല മഴയത്ത് നല്ല മൊരുമരാന്നുള്ള ഉള്ളിവടയും നല്ല ചൂട് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നാടൻ തട്ടുകടയിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിലുള്ള ഉള്ളിവട ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾക്ക് ആദ്യം തന്നെ വേണ്ടത് സവാള അല്ലെങ്കിൽ വലിയ ഉള്ളി തന്നെയാണ്. ഇതേ വലുപ്പത്തിലുള്ള 3 വലിയുള്ളിയാണ് ഞാൻ ഉള്ളിവടയ്ക്കായി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഉള്ളിയുടെ വലുപ്പത്തിനനുസരിച്ച് ബാക്കി ചേരുവകൾ ചേർത്തുകൊള്ളുക. നമ്മുടെ വടയ്ക്കുള്ള ഉള്ളി അരിഞ്ഞെടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെക്കൊണ്ട് എത്രത്തോളം തിന്നായി അരിയാൻ പറ്റുമോ അത്രയും തിന്നാക്കി അരിഞ്ഞെടുക്കുക. അതേപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ഉള്ളിയും ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരേപോലെ എല്ലാ ഭാഗവും ക്രിസ്പി ആയിട്ട് വരിക. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ഇങ്ങനെ നമ്മൾ ഉപ്പ് ചേർത്ത് ഉള്ളി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഉള്ളിയിലുള്ള വെള്ളം മുഴുവനും പുറത്തേക്ക് വരാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ ഉള്ളി ഓരോന്നോരോന്നായിട്ട് ഉതിർത്തിടാനും ശ്രദ്ധിക്കുക. ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റും ഷേപ്പും ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഉള്ളിയിൽ ഇതുപോലെയുള്ള വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നന്നായിട്ട് ഫ്രൈ ആകാതെ കടിക്കുമ്പോഴൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനിവിടെ ഉപ്പ് ചേർത്ത് നമ്മുടെ ഉള്ളി ഏകദേശം 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഉള്ളിയുടെ സ്റ്റിഫ്നെസ് ഒക്കെ മാറിയിട്ട് നല്ല കുഴഞ്ഞ പോലെ ആവുന്നുണ്ട്. അതിൽ നിന്നും നന്നായിട്ട് വെള്ളവും വരുന്നുണ്ട്. ഈ സമയത്ത് ഈ സവാള ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഇങ്ങനെ അടച്ചു വെച്ച് ഇതിന് സമയം കൊടുക്കുമ്പോൾ ആ സവാളയിലുള്ള മുഴുവൻ വെള്ളവും നമുക്ക് പുറത്തേക്ക് വന്നു കിട്ടും. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റിന് ശേഷം ഈ സവാളയിൽ നിന്നും വന്നിട്ടുള്ള വെള്ളമാണിത്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഞാനിതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഒഴിവാക്കാം. പക്ഷെ ആ നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ പച്ചമുളകിൻ്റെ മണം അത്യാവശ്യമാണ്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ചതച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഉള്ളിവടയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടെ വേണമെങ്കിൽ നല്ല സാധാരണ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ചിലർ പെരിഞ്ജീരകം, പെരിങ്കായം അല്ലെങ്കിൽ മസാലപ്പൊടികളായിട്ട് മീറ്റ് മസാല, ചിക്കൻ മസാല, ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ നാടൻ ഉള്ളിവടയാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിവടയ്ക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. ഇതിലേക്കുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തതാണ്. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വടയ്ക്കുള്ള മാവിനെ കുറിച്ച് നോക്കാം. വട ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിന്നിവിടെ മൈദമാവാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 1 കപ്പ് മൈദമാവുണ്ട്. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾക്കിതിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഈ മൈദമാവിൻ്റെ കൂടെ ചിലർ കടലമാവ്, അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഉള്ളിവട ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ മാവിൻ്റെ അളവായിരിക്കും കൂടുതൽ. നമ്മൾ ഉള്ളിയുടെ അളവായിരിക്കണം കൂടുതൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇതുപോലെ മൈദമാവ് മാത്രം എടുത്ത് ചെയ്യുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ആയിട്ട് വരിക. ആദ്യം തന്നെ ഇതുപോലെയുള്ളൊരു ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ മൈദമാവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മൈദമാവ് ചേർത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ തിരുമ്മി യോജിപ്പിക്കാൻ ശ്രദ്ധിക്കുക. മൈദമാവെല്ലാം ഒന്നിച്ച് ചേർക്കാതെ കുറച്ച് ഇങ്ങനെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് നോക്കാനായിട്ട്. ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മൈദമാവിൻ്റെ അളവ് കൃത്യമായിട്ട് പറയുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഉള്ളിയുടെ വലുപ്പത്തിനനുസരിച്ചും പിന്നെ ആ ഉള്ളിയിൽ നിന്നും വന്നിട്ടുള്ള വെള്ളത്തിൻ്റെ അളവനുസരിച്ചായിരിക്കണം നമ്മൾ മൈദമാവ് ചേർത്ത് കൊടുക്കേണ്ടത്. മൈദയുടെ അളവ് ഒരിക്കലും കൂടി പോകാതെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾക്കിവിടെ ഉള്ളി ആയിരിക്കണം ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. മാവിൻ്റെ അളവ് കൂടി പോവുകയാണെങ്കിൽ അത് കഴിക്കുമ്പോൾ റബ്ബർ പോലെ ഉണ്ടാവും. അപ്പോൾ ഒരു ക്രിസ്പിനെസ്സും ഉണ്ടാവില്ല. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ച് നമ്മൾ കുറച്ചായിട്ട് മൈദമാവ് ചേർത്ത് കൊടുക്കാം.
3 വലിയ സവാളയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 4.5 ടേബിൾ സ്പൂൺ മൈദമാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ളൊരു അളവല്ല, നിങ്ങൾ എടുക്കുന്ന സവാളയുടെ വലിപ്പത്തിനനുസരിച്ച് മാറുക തന്നെ ചെയ്യും. അപ്പോൾ ഞാനിവിടെ മാവെല്ലാം ചേർത്ത് നന്നായിട്ട് നമ്മുടെ സവാള മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിവടയ്ക്കുള്ള ഈ മാവിലേക്ക് നമ്മൾ ഒട്ടും തന്നെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. കാരണം ഇതിൽ വളരെ കുറച്ച് മൈദ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഉള്ളിയാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്പിനെസ്സിന് നമ്മൾ വേറെ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇനി ഇത് വടയുടെ ഷേപ്പാക്കി ഒന്ന് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഷേപ്പ് ആകുന്ന ഒരു പരുവം വരയ്ക്ക് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് എണ്ണയിൽ ഇടുന്നതിന് മുൻപേ ആയിട്ട് നമ്മൾ ഉഴുന്നുവടയിൽ ചെയ്തതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മളുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മാവ് എടുത്തിട്ട് ചെറുതായി ഒന്ന് ഉരുട്ടിയിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ അധികം വലുപ്പമുള്ള ഉള്ളിവട ഇഷ്ടമല്ല, ഒരു മീഡിയം സൈസാണ് ഇഷ്ടം. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പം നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ്. വട ചുട്ടെടുക്കുന്നതിനായിട്ട് ഫ്രൈയിങ് പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഉള്ളി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. ആ സമയത്താണ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മാവ് എടുത്തിട്ട് ചെറിയൊരു ഉരുട്ടിയിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. വട എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് മറക്കാതെ ഫ്ലെയിം കുറച്ച് വെക്കുക. അല്ലെങ്കിൽ പുറമേയുള്ള ഉള്ളി പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് ഡാർക്ക് കളറാവുകയും ചെയ്യും, ഉൾഭാഗം നന്നായിട്ട് ഫ്രൈ ആവുകയില്ല. ഒരേ സമയം കൂടുതൽ വടകൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാത്തതാണ് നല്ലത്. അല്ലെങ്കിൽ അത് തമ്മിൽ ഒട്ടിയതിന് ശേഷം നമ്മുടെ വടയുടെ ആ ഷേപ്പ് അങ്ങ് പോയി കിട്ടും. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ആദ്യത്തെ ബാച്ച് ഉള്ളിവട ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് നന്നായിട്ട് ഫ്രൈ ആവുമ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവും. ആ സമയമാകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മെല്ലെ കോരിയെടുക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ ഉള്ളിവടയ്ക്കുള്ള മാവെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്ക് എണ്ണയിലിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. നല്ല മൊരാന്നുള്ള ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാടൻ ടേസ്റ്റ് കളയുന്ന യാതൊരു ഇൻഗ്രീഡിയൻറ്റും നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തെ തട്ടുകടയിൽ നിന്നും കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഉള്ളിവടയ്ക്കുള്ളത്. നിങ്ങൾ ഇന്ന് തന്നെ ഈ ഉള്ളിവടയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്